ജനങ്ങളിൽ നിന്ന് പിരിക്കാനുള്ള സർചാർജ് കൂട്ടിക്കാണിച്ച് KSEB വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കണക്ക് കൊടുത്തു. KSEBയുടെ കള്ളക്കളി റെഗുലേറ്ററി കമ്മീഷൻ കൈയോടെ പിടികൂടി. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഈ വർഷം മാർച്ച് വരെയുള്ള കണക്കിലാണ് KSEB തെറ്റായ വിവരം സമർപ്പിച്ചത്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയത് വഴിയുണ്ടാകുന്ന അധിക ചെലവാണ് ഓരോ മാസവും ഇന്ധന സർചാർജായി KSEB ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നത്. യൂണിറ്റിന് 10 പൈസ വരെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയില്ലാതെ KSEBക്ക് ഈടാക്കാം. എന്നാൽ അതിനു മുകളിൽ പിരിക്കണമെങ്കിൽ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി വേണം. ജനങ്ങളെ എത്ര പിഴിഞ്ഞാലും KSEB പറയുന്നത് നഷ്ടം തീർന്നില്ലെന്നാണ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെ സർചാർജ് പിരിച്ചിട്ടും പിന്നെയും 46.5 കോടി രൂപ നഷ്ടമെന്നാണ് KSEBയുടെ കണക്ക്. ഇത് നികത്താൻ യൂണിറ്റിന് 23 പൈസ വെച്ച് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കണമെന്നുള്ള അപേക്ഷയാണ് റെഗുലേറ്ററി കമ്മീഷന് KSEB സമർപ്പിച്ചത്. എന്നാൽ ഈ മാസം 11-ന് അപേക്ഷ പരിഗണിച്ച റെഗുലേറ്ററി കമ്മീഷൻ KSEB സമർപ്പിച്ച കണക്കിലെ പിശക് ചൂണ്ടിക്കാട്ടി. കമ്മീഷന്റെ കണ്ടെത്തലിൽ ഇനി പിരിച്ചെടുക്കാനുള്ളത് 38 കോടി മാത്രമെന്നാണ് കണക്ക്. ഇതിന് മാസം പിരിക്കേണ്ടത് യൂണിറ്റിന് 18 പൈസ അല്ലേ എന്നും കമ്മീഷൻ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. തെറ്റുബോധ്യമായ ഉദ്യോഗസ്ഥരോട് വീണ്ടും കണക്ക് സമർപ്പിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞ് കമ്മീഷൻ ഇത് പരിഗണിക്കും. KSEB ആവശ്യപ്പെടുന്നത്ര സർചാർജ് പിരിക്കാൻ കമ്മീഷൻ അനുമതി നൽകില്ലെന്നാണ് സൂചന. RB സനു, മീഡിയ 1, തിരുവനന്തപുരം. ഈ വാർത്തയോട് പ്രതികരിക്കാൻ INTUC നേതാവ് സിബിക്കുട്ടി ഫ്രാൻസിസ് ടെലിഫോൺ ലൈനിലുണ്ട്. സിബിക്കുട്ടി ഫ്രാൻസിസ്, ഈ KSEB ഇങ്ങനെ ഒരു കള്ളക്കണക്ക് കാണിക്കുന്നതാണോ അതല്ല പിശക് പറ്റിയതാണോ? KSEB കള്ളക്കണക്കാണോ എന്നുള്ളത് കണക്ക് പരിശോധിച്ചാലേ എനിക്കറിയാൻ പറ്റുള്ളൂ. പക്ഷേ KSEB പോലൊരു പൊതുമേഖലാ സ്ഥാപനം കള്ളക്കണക്ക് കാണിക്കാന്ന് പറഞ്ഞാൽ അത് റെഗുലേറ്ററി കമ്മീഷൻ പിടിച്ചു എന്നിപ്പം വാർത്തയിൽ ഞാൻ കേട്ടു. അങ്ങനെയാണ് ആ ഉദ്യോഗസ്ഥർക്കെതിരെ തക്കതായ ശിക്ഷ നടപടി എടുക്കണം. ഇപ്പൊ ഇവിടെ പ്രശ്നം സർചാർജ് മേടിക്കുന്നതിനൊന്നും ഞങ്ങൾ എതിരില്ല. കാരണം KSEBയിലെ ഒരു യൂണിയന്റെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ യൂണിയന്റെ നേതാവാണ് ഞാൻ. KSEB നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യം മാത്രമല്ല, ജനങ്ങളുടെ ആവശ്യമാണ്. ഇതൊരു പൊതുമേഖലയാണ്. പക്ഷെ അനാവശ്യമായിട്ട് സർചാർജ് പിരിക്കുന്നതിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറയാം, വില കുറഞ്ഞ വൈദ്യുതി കരാർ അത് വേണ്ടാന്ന് വെച്ച് വില കൂടിയത് വാങ്ങിയത് വഴി 2130 കോടി രൂപ KSEBക്ക് നഷ്ടമുണ്ടായി. ഈ കരാർ അതിൽ റെഗുലേറ്ററി കമ്മീഷനും അതിനകത്തെ കക്ഷിയാണ്. റെഗുലേറ്ററി കമ്മീഷനും ഗവൺമെന്റും KSEBയും മാനേജ്മെന്റും ഉന്നതരും കമ്മീഷൻകാരും എല്ലാം കൂടെ ഒത്തുകളിച്ചാണ് കരാർ വേണ്ടാന്ന് വെച്ച്. അതിന്റെ പാപഭാരം ജനങ്ങൾ ഏൽക്കണമെന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഇതിപ്പം KFON കൊണ്ടുവന്നു, അതുപോലെ തന്നെ പുരപ്പുറ സോളാർ കൊണ്ടുവന്നു. അതിന്റെ ബില്ലിങ് വഴി തെറ്റായ രീതിയിലുള്ള ബില്ലിങ് മൂലം 40 കോടി രൂപ പ്രതിമാസം നഷ്ടമുണ്ട്. അപ്പൊ ഇതൊക്കെ സാധാരണക്കാരനായ പാവപ്പെട്ട ഉപഭോക്താക്കൾ വഹിക്കണമെന്ന് പറയുന്നത് ന്യായമല്ല. 1,36,00,000 ഉപഭോക്താക്കളുള്ള KSEBയിൽ 1,22,000 പേരാണ് പുരയുടെ പുറത്ത് സോളാർ വെച്ച്. അവർക്ക് അവരുടെ സർചാർജ് ഇപ്പോൾ ഒഴിവാക്കി, മറ്റേ ജനറേഷൻ ചാർജ് അവർക്ക് കൊടുത്തു, അത് ഒഴിവാക്കി. അത് നല്ല കാര്യമാണ്, അവർക്ക് അത് ഒഴിവാക്കി കൊടുക്കണം. പക്ഷേ അവരുടെ ബില്ലിംഗ് രീതി തെറ്റാണ്. അതുവഴി 40 കോടി നഷ്ടമുണ്ടാവുന്നതും മറ്റു പല രീതിയിൽ ഇതിപ്പോ പുറത്തുനിന്ന് കൊണ്ടുവന്ന സർചാർജ് എന്നാണ് പറയുന്നത്. അതല്ലാതെ തന്നെ ഓരോ സർചാർജ് എന്നും പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ പിഴിയുന്നതിനെ ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം എന്തെന്ന് ചോദിച്ചാലേ, ജനങ്ങൾ വിചാരിക്കുന്നത് ഇത് ജീവനക്കാർക്ക് എന്തോ വാരിക്കോരി കൊടുത്തിട്ടാണ് ജനങ്ങൾ വിചാരിക്കുന്നത് ഈ സർചാർജ് വരുത്തുന്നതും നഷ്ടമുണ്ടാകുന്നതും ഒക്കെ. ഇതൊക്കെ ഇവിടുത്തെ പിടിപ്പ് കേടും ദൂർത്തുകൊണ്ടുമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ന്യായം. റെഗുലേറ്ററി കമ്മീഷൻ തെറ്റെന്ന് പറഞ്ഞാൽ അതൊരു പരിശോധന നടത്തണം, അവർക്കെതിരെ നടപടിയെടുക്കണം. ഇവിടെ ജീവനക്കാരുടെ എണ്ണം കുറവാണ്. ജീവനക്കാര് ആര്യാട് സാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ 32,000 ജീവനക്കാരുണ്ട്. ഇപ്പൊ 25,000 പേരേ ഉള്ളൂ. 91-ൽ 36 ലക്ഷം ഉപഭോക്താക്കളുള്ളപ്പോൾ 30,000 ജീവനക്കാരുണ്ടായി. ഇപ്പൊ 1,36,00,000 ഉപഭോക്താക്കളുള്ളപ്പോൾ 25,000 ജീവനക്കാരേ ഉള്ളൂ. അപ്പൊ ജീവനക്കാരെ ഇരട്ടിപ്പണി ചെയ്യുക, 2 തച്ച് ജോലി അവർ ജീവനക്കാരും ചെയ്യും. അപ്പൊ അതുകൊണ്ട് സർചാർജിന്റെ കള്ളക്കണക്ക് പിടിച്ചെങ്കിൽ ഇത് ആരാണോ കള്ളക്കണക്ക് ഉണ്ടാക്കിയെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം. അതാണ് ചെയ്യേണ്ടത്.